ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ക്വിക്ക് ആൻഡ് ഈസി സ്നാക്കാണ് കാണാൻ പോകുന്നത്. ഇത് നമ്മൾ പഫ്ഡ് റൈസ് അല്ലെങ്കിൽ പൊരി കൊണ്ട് അല്ലെങ്കിൽ മുർമുര എന്ന് പറയുന്ന സാധനം കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കടായിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഹെവി ബോട്ടംഡ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ഏത് കടായാണെങ്കിലും നല്ല ഹെവി ബോട്ടംഡ് ആയിട്ടുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതാണെന്നുള്ളത് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ അതിലോട്ട് ഇനി ഒരു 3 ചെറിയ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1/2 കപ്പ് റോ പീനട്ട്സ്, അതായത് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പീനട്ട്സൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മിക്സ്ചറിലൊക്കെ നമ്മൾ ഇടാറുണ്ട് ഈ സാധനം. അപ്പോൾ അത് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി നമുക്കൊന്ന് ഒരു 30 സെക്കൻഡ്സ് ടു 40 സെക്കൻഡ്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്ന ഒരല്പം കറിവേപ്പിലയാണ്. കറിവേപ്പില ഓപ്ഷണലാണ്. ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. അതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എരിവിലേക്ക് ഞാനിവിടെ ചേർക്കുന്ന വറ്റൽമുളകാണ്. വറ്റൽമുളകും ഇത് നല്ല എരി കുറവുള്ള വറ്റൽമുളകാണ്. ഇത് നമ്മുടെ കർണാടകയിൽ ഇതിനെ ബെഡിഗെ റെഡ് ചില്ലി എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അത് അല്ലെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പോലെ ഉള്ള എരിവ് കുറഞ്ഞിട്ടുള്ള ഏതൊരു റെഡ് ചില്ലി നമുക്ക് ഉപയോഗിക്കാം. അത് എരിവ് കുറഞ്ഞ വേണം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പല കുട്ടികൾക്കും എരിവുള്ളത് അധികം താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഒട്ടും തന്നെ എരിവില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു മുളക് എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അത് ഞാനിവിടെ 2 എണ്ണമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിലും കുക്ക് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഓഫ് ചെയ്തിട്ടാണ് കുറച്ച് നേരത്തേക്ക് റോസ്റ്റ് ചെയ്യുന്നത്. കാരണം ആ കടായിൽ തന്നെ നല്ല ചൂട് ഉണ്ടാവും. ഇനി ചേർക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴും തീയുടെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റൗവിനും ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കടായി അനുസരിച്ച് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ചേർക്കുന്ന അത്യാവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി നമ്മുടെ പഫ്ഡ് റൈസ് അല്ലെങ്കിൽ മുർമുര ചേർത്ത് കൊടുക്കാം. നമ്മൾ മലയാളത്തിനെ പൊരി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതിനെ മലര് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സാധനം ഞാനിവിടെ 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്നും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നന്നായിട്ട് ഇതൊന്ന് ക്രിസ്പി ആവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കാം.
ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം. ആൻഡ് നമുക്കൊരു കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ബൈ.